അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടിവേഷൻ ബുക്സുകളോ അങ്ങനെയൊക്കെ വായിക്കുന്ന ആളുകളാണോ? ഞാൻ എല്ലാ ദിവസവും വായിച്ചില്ലെങ്കിലും ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ലോ ലെവൽ എനർജിയൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു കാര്യത്തിലേക്കൊക്കെ ഇന്ന് പോകാനുണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തേണ്ട ദിവസമാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടത്തേണ്ട ദിവസമാണെന്നൊക്കെ തോന്നിയാൽ ആ ദിവസം ഉടനെ തന്നെ ഞാൻ രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇതുപോലെ ബൈബിൾ നിവർത്തും വായിക്കും. എനിക്ക് കിട്ടുന്ന വചനത്തിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഞാൻ ഉൾക്കൊള്ളാറുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വചനമാണ് സങ്കീർത്തനങ്ങൾ 86-ാം അധ്യായം കേട്ടോ. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കർത്താവെ, ചെവി ചായച്ച് എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ ദരിദ്രനും നിസ്സഹായകനുമാണ്, എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ. ഞാൻ അങ്ങയുടെ ഭക്തനാണ്, അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ. അങ്ങാണ് എൻ്റെ ദൈവം. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു. കർത്താവെ, അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ്. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവർ അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ. ഇന്ന് കിട്ടിയ വചനമാണ് കേട്ടോ. ഞാൻ ഈ ഒരു വചനം വായിച്ചിട്ട് ഞാൻ ബൈബിൾ അടയ്ക്കുന്നേക്കാളും മുൻപ് അനലൈസ് ചെയ്യാറുണ്ട്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം തന്നെ ഒരു വചനം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻസ്പിറേഷനാണ്. നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ആൻസർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ആൻസറിൻ്റെ സമയം തീരുമാനിക്കുന്നത് എപ്പോഴും ദൈവമായിരിക്കും. നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്ന് തന്നെ കിട്ടേണ്ട ആൻസറാണ്, ഇന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം കിട്ടേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം അത് ഫലപ്രാപ്തിയോടുകൂടി നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ അത് ഏത് ദിവസം അല്ലെങ്കിൽ ഏത് സമയം നമ്മൾക്ക് കിട്ടിയാലാണെന്ന്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് എപ്പോഴും കാത്തിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടിപ്പ് തോന്നും, പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നും, എല്ലാം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു സമയത്തിനായിട്ട് കൂടിയിട്ട് നമ്മൾ കാത്തിരിക്കണം കേട്ടോ.